عن أبي بكرة نفيع بن الحارث الثقفي رضي الله عنه أن النبي صلى الله عليه وسلم قال إذا التقى المسلمان بسيفيهما فالقاتل والمقتول في النار قلت يا رسول الله صلى الله عليه وسلم هذا القاتل فما بال المقتول قال إنه كان حريصا على قتل صاحبه متفق عليه. വലിയ ഹദീസാ, വലിയ അർത്ഥവത്തായ ഹദീസാണ്. ഷനവാസ ശ്രദ്ധിക്കും. വാൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ നേരത്തെ പറഞ്ഞായി കേട്ടോ, ഉമ്മയുടെ അല്ല മകന്റെ പേര് ചേർത്തിട്ട് അബൂബക്കർ. നുഫൈ ബിൻ ഹാരിസ് തഖഫി റളിയല്ലാഹു, തഖഫി കുടുംബമാണ്. റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇദൽതഖൽ മുസ്ലിമാനി, രണ്ട് മുസ്ലിമീങ്ങള് കണ്ടുമുട്ടിയാൽ, ഇൽതഖാർനാൽ നേർക്ക് നേരെ പിന്നെ വരിക, അതാ കണ്ടുമുട്ടിയാൽ, ബിസൈഫൈഹിമ, രണ്ടാളുടെയും വാള് കൊണ്ട് എന്തെങ്കിലും വിഷയത്തിൽ തർക്കണ്ടായി, അപ്പൊ അവര് ഏറ്റുമുട്ടി വാളെന്നെ എടുത്തോളണമെന്നൊന്നുമില്ല. ഇപ്പൊ ഇനി മടല് മത്തിയെടുത്താലും മതി, കത്തിയെടുത്താലും മടല് മതി. എന്റെ വാള് എന്ന് പറഞ്ഞത് നമ്മളെ മലപ്പുറക്കാർക്ക് ഒരു കത്തി ഉണ്ടായിരുന്നു, പണ്ടത്തെ കാലത്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും അല്ലെ. മലപ്പുറത്ത് മൊത്തം കൃഷിക്കാരാണ്. ഈ കൊടിത്തല, ഞങ്ങളവിടെയൊക്കെ കൊടിത്തല അറിയും, വെറ്റിലൊക്കെ. അപ്പൊ അതിന്റെ ഇത് കെട്ടാനൊക്കെ ഒരു ചെറിയ കത്തി എപ്പോഴും അറിയില്ല. എന്ന മാതിരി അറബികളെടുത്ത് എന്തുണ്ടാവും, ഒരു വാളെപ്പോഴും ഉണ്ടാവും. അതിങ്ങനെ എന്താവും, സാധാരണ കൊണ്ടുകൊടുക്കണ വാളെന്ന്, യുദ്ധത്തിന് പോണ വാളായിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഒമാനികളെ കണ്ടിട്ട് ഞങ്ങള് ഇവിടെ പള്ളമ കെട്ടിക്കാണിങ്ങനെ കെടുക്കോടെ മണ്ണിലോട്ട് കൊടുക്കും. അവിടെ പള്ളമങ്ങനെ വാള് കെട്ടിയിട്ടുണ്ടാവും. ഒരാൾക്ക് എടുത്തൊന്ന് ഓട്ടോ കണ്ട നമുക്ക് പേടിയാവും. നമ്മളെ ചെന്നാ നീച്ചത് കെഫാലൊക്കെ ചോദിച്ചു, ഒന്നും കോട്ടല കൊണ്ട് അതുപോലെ കൊണ്ടുവരുന്നത് പഴയ കാലത്തൊരിതാണ്. അപ്പൊ അങ്ങനെ ആ വാളുണ്ടാവും. അപ്പൊ വാളെടുത്തിട്ട് പരസ്പരം എന്താവും, പിന്നെ ഒത്ത അങ്ങനെയുള്ള. അപ്പൊ യുദ്ധം സംഘട്ടനമുണ്ടായി, നല്ല ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നപ്പോൾ കാത്തിലും ഒരു മക്കത്തൂല് പിന്നാറ്, അതായത് അങ്ങനെ സംഘട്ടനം ഉണ്ടായി, രണ്ടിൽ ഒരാൾ മരിച്ചു. അടിപിടിയായിക്കോട്ടെ, അടിപിടി ചെയ്ത് ഒരു മുസ്ലിമും മരിച്ചു, രണ്ട് മുസ്ലിമീങ്ങൾ അടിപിടിയാ. എന്നിട്ട് ഒരാൾ മരിച്ചു. മുത്തുനബി പറഞ്ഞു രണ്ടാളും നരകത്തിലാണ്. അതാ കൊന്ന ആളും കൊല്ലപ്പെട്ട ആളും പിന്നാർ, നരകത്തിൽ തന്നെയാണ്. അപ്പോ പിന്നെ നുഫൈ റളിയല്ലാഹു അൻഹു പറയാ, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഹാദൽ ഖാത്തിലു, ഈ ഖാത്തില് കൊന്ന ആള് നരകത്ത് പോയത് എന്തുകൊണ്ടാ? ഒരു മുസ്ലിമിനെ കൊന്നതുകൊണ്ടാണ്. കൊന്ന ആൾ ഒരു മുസ്ലിമിനെ കൊന്നില്ലേ, അത് നരകം കിട്ടുന്ന പണിയല്ലേ, അതുകൊണ്ടാണ്. മഖ്തൂൽ എന്തിനു നരകത്ത് പോയത്? മഖ്തൂൽ കൊല്ലപ്പെട്ടവന്റെ അവസ്ഥ എന്താണ്? കൊല്ലപ്പെട്ടവന്റെ അവസ്ഥ എന്താണ്? ആ സാധു അടികൊണ്ട് അല്ലെങ്കിൽ വെട്ടുകൊണ്ടിട്ട് മരിക്കല്ലുണ്ടായത്. അതിന് വളരെ ശാസ്ത്രീയമായ ബുദ്ധിപരമായ ഒരു മറുപടി കൂടി കൊടുത്തു. നോക്കുകയാണെങ്കിൽ ഉണ്ടോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി. ഇന്നഹു കാന, ആ കൊല്ലപ്പെട്ട മനുഷ്യനായിരുന്നു, ഹരീസൻ, ഹരീസ് എന്നാൽ അലച്ചാറ്, നമ്മളാണ് അധിക പൂതി, ഭയങ്കര പൂതി ഉണ്ടാവുന്നതിനാണ് അത്യാഗ്രഹി, ആർത്തി കാണിക്കാറ്. ഹരീസൻ അലാ ഖത്ലി സ്വാഹിബിഹി, തന്റെ സ്വാഹിബിനെ കൊല്ലാൻ ആർത്തിയുള്ളവനായിരുന്നു. ഇവങ്ങ് വാളെടുത്ത് പോയത് എന്തിനാ? ഓനെ രണ്ട് വെട്ടിട്ട് കഷ്ണാക്കണം വിചാരിച്ചു പോയതാ. സംഭവം നടന്നില്ല എന്നല്ലേ ഉള്ളൂ, ആഗ്രഹം ഉണ്ടായില്ലേ. ഇവിടെ നിയ്യത്തനുസരിച്ചാണ് കുറ്റം കിട്ടിയത്. ഈ കൊല്ലപ്പെട്ടവന് നരകം കിട്ടാൻ കാരണം ഓനെ മറ്റവനെ കൊല്ലാൻ പൂതി മനസ്സിന്റെ ഉള്ളിൽ ശക്തമായി ഉണ്ടായ നിയ്യത്ത് കൊണ്ടാണ് കിട്ടിയത്. അല്ലെങ്കിൽ പോകുന്ന നരകത്ത് പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളൊക്കെ സംഘടനയും പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. വെറുതെ രണ്ടോട്ടർ നരകം കിട്ടണ പണിയാവരുത്. എന്നാ ഇത് തുലനം ചെയ്തുകൊണ്ട് പിന്നെ അവിടെ ആയിഷ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ മറ്റേ യുദ്ധം ഉണ്ടായിരുന്നതെന്ന് പറയരുത്. അതൊക്കെ ഇസ്ലാമികമായ വിഷയങ്ങളിലാണ്, അതിലൊന്നും അവർ കുറ്റക്കാരൊന്നുമല്ല. അങ്ങനെ കൊണ്ട് ചിന്തിക്കുകയും ചെയ്യരുത്. ഒമ്പതായിട്ടുള്ളൂ. അപ്പൊ മറ്റേ ഹദീസ്, ഒന്നാമത്തെ ഹദീസ് കൂട്ടിയിട്ടുണ്ടാവൂലേ? ഒന്നാമത്തെ ഹദീസ് ബാബിന്റെ അപ്പുറത്ത് കൊടുത്തതല്ല, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ.
അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ അത്രയും കാര്യത്തിലൊക്കെ ഏത് കാര്യത്തിൽ ഇടപെടുമ്പോൾ നമ്മളെ നിയ്യത്ത് നമ്മൾ നന്നാക്കുക. അത് അനുകൂലമാവട്ടെ, വിജയിക്കട്ടെ, പരാജയപ്പെടട്ടെ, അതൊന്നുമല്ല വിഷയം. പലതുണ്ടോ? ഇപ്പൊ മഹല്ല് കമ്മിറ്റിക്കെതിരെയുള്ള ഒരാൾ അക്രമപരമായിട്ട് ഇറങ്ങി വന്നു, അയാൾ കേസും കൂട്ടും പരിപാടിയായിട്ട് പോയി. മഹല്ല് കമ്മിറ്റി നിർബന്ധമായി കോടതി കയറേണ്ടി വന്നു. അപ്പൊ അതിന് ചെലവാക്കേണ്ടി വന്നു. മഹല്ലിന്റെ ഉത്തരവാദിത്വത്തിനാണ്. ഈ കാശൊക്കെ ചെലവഴിപ്പിച്ചതിന്റെ കുറ്റം ഓനാണ്. ഇവർക്ക് നല്ല ഉദ്ദേശം ഉണ്ടായാൽ മതി. ഇവരിപ്പോ ഓനെന്ന ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചോ കഴിഞ്ഞും ചെയ്ത്, അല്ലെങ്കിൽ നമുക്കെതിരൊരാൾ കേസും കൂട്ടായിട്ട് വന്ന് നമുക്ക് പിടിച്ചിട്ടായിരിക്കാൻ പറ്റുമല്ലോ. നമ്മളെ എന്താവണം, സത്യസന്ധത തെളിയിക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടി രംഗത്തിറങ്ങി അതിനൊക്കെ കൂലിട്ടു. നേരെ മറിച്ച് ഓൻ ഇറങ്ങിക്ക് ഓനൊരു വൈക്കാക്കണം, അന്റെ കഥ കഴിച്ചിട്ടേ നിൽക്കുള്ളൂ. ഏത് കോടതി പോയാലും വേണ്ടില്ല, ഏത് പറമ്പെക്കണ്ടി എന്നാലും വേണം, എന്നാ അതിനൊന്നും ഒരു കൂലി ഉണ്ടാവില്ല. അതൊക്കെ എന്തായിരുന്നു? വെറും ഒരു റിയാഇന് വേണ്ടി, അല്ലെങ്കിൽ തന്റെ അഭിമാനം വെറുതെ പൊക്കി പിടിക്കാൻ വേണ്ടിയാകുന്നു. അള്ളാഹുവിന്റെ മാർഗം ഉദ്ദേശിച്ചല്ല. നമ്മളെങ്ങനെ ഒരാളെ ആക്രമിച്ചാൽ ക്ഷമിക്കേണ്ട ഒരു പരിധി ഉണ്ട്. ക്ഷമയുടെ നെല്ലിപ്പണിയും കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവും, ക്ഷമയുടെ അറ്റ ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നീട് എന്താവും? പ്രതിരോധിക്കലുണ്ടാവും. അല്ല, ആക്രമിക്കല്ല, പ്രതിരോധമാണ്. ഇങ്ങോട്ട് ചെയ്യണേ. ഇപ്പൊ യുദ്ധം ഉണ്ടായപ്പോ അങ്ങനെയല്ലേ, ഇങ്ങോട്ട് ആക്രമിച്ചു വീണ്ടും 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 വന്നു. ബദർ യുദ്ധം തന്നെ 72 വട്ടം ക്ഷമിക്കാൻ പറഞ്ഞു. ശേഷം പറഞ്ഞു എന്നാ തിരിച്ചടിച്ചോളി. ആ തിരിച്ചടിച്ചിന് കൂലിയാണല്ലോ എന്നുള്ള അവർക്ക് ശ്രോതാക്കൾ റിജക്ട് ചെയ്ത് അതുണ്ടാകും.